തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസ് നഗരസഭയിലെ 48 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കെ എസ് ശബരിനാഥന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശബരിനാഥൻ കവടിയാറിൽ നിന്ന് മത്സരിക്കും. നാളെ മുതൽ വാഹന പ്രചാരണം ആരംഭിക്കും. ചൊവ്വാഴ്ച അന്തിമ പട്ടിക പുറത്തുവിടുമെന്നും കോൺഗ്രസ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ഒരു ലീഡ് എടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. 48 സീറ്റുകളിൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് UDFന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടമായി 48 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശേഷിക്കുന്ന 53 പേരുടെ പട്ടിക അത് ചൊവ്വാഴ്ച തന്നെ അന്തിമമായ ചർച്ചകൾക്ക് ശേഷം പുറത്തുവിടുമെന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, മുൻ അരുവിക്കര MLAയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ എസ് ശബരിനാഥൻ കവടിയാറിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും എന്ന കാര്യം, കവടിയാർ വാർഡിൽ മത്സരിക്കുമെന്ന കാര്യം ന്യൂസ് 18 തന്നെയാണ് രാവിലെ റിപ്പോർട്ട് ചെയ്തത്. അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇതിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ വഴുതക്കാട് വാർഡിൽ നിന്നും, അതോടൊപ്പം KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷ്, വൈഷ്ണ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിനിയാണ്. വൈഷ്ണയെ കളത്തിലിറക്കുന്നതിലൂടെ യുവ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ. സമരമുഖങ്ങളിലൊക്കെ പരിചിതമായ മുഖമാണ് വൈഷ്ണ. അങ്ങനെയാണ് വൈഷ്ണയ്ക്ക് ഈ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ യുവമുഖങ്ങൾ ഒരുപാടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നഗരസഭയിൽ ഉള്ളതിലെ ഏറ്റവും മുതിർന്ന നേതാവായ ജോൺസൺ ജോസഫ് ഉള്ളൂർ വാർഡിൽ നിന്നും ജനവിധി തേടുന്നു. അങ്ങനെ 48 പേരുടെ പട്ടികയാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശേഷിക്കുന്നവരുടെ പട്ടിക 2 ദിവസത്തിനകം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ചർച്ച നടത്തിയ ശേഷം, ഘടകകക്ഷികളുമായി ചർച്ച പൂർത്തിയാക്കിയതിനു ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കം നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് നേതൃത്വം സജീവമായി നേതൃത്വം നൽകുന്നുണ്ട്. അത് വൈകാതെ തന്നെ ആ ചർച്ചകൾ പൂർത്തിയാകും. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നിലവിൽ 10 സീറ്റുകൾ മാത്രമായി 3ാം സ്ഥാനത്താണ് UDF ഉള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ. അവിടെ ഏത് വിധേനയും 51ലേക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു പ്രാധാന്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു നിർണായകമായ നീക്കത്തിലേക്ക് UDF കടന്നിരിക്കുന്നത്, കോൺഗ്രസ് കടന്നിരിക്കുന്നത്. ശരി ഡാൻ, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് കെ മുരളീധരൻ സംസാരിച്ച വാക്കുകൾ നമുക്ക് കേൾക്കാം. ഒന്നാം സ്ഥാനത്തെത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നു വരികയാണ്. നഗരസഭയുടെ അഴിമതി ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിന്റെ ആവശ്യകത അതിലൂന്നിക്കൊണ്ട് 3-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ 12-ാം തീയതി വരെ ഒരു വാഹന പ്രചരണ ജാഥ, ഇതിന്റെ കോർഡിനേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ നയിക്കുന്ന ജാഥ 101 വാർഡുകളിലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ യാത്ര നീങ്ങുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥികളിൽ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മുൻ MLA ശ്രീ കെ ശബരിനാഥ്, അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇത്തവണ ഡാൻ നേരത്തെ പറഞ്ഞതുപോലെ 10ൽ നിന്ന് 51 എത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം, BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ അവിടെ മത്സരം ഒരു ത്രികോണ മത്സരമാണ്. അവിടെ മുന്നോട്ടെത്താൻ കൂടുതൽ നമ്പറുകൾ ഇറക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അതിലൊന്നാണ് കെ എസ് ശബരിനാഥനെങ്കിൽ ഇപ്പോൾ ഈ കേൾക്കുന്ന നമുക്ക് പരിചിതമായ പേരുകൾ, ഈ ചെറുപ്പക്കാരുടെ പേരുകൾ, ആശാപ്രവർത്തകരുടെ പേര്, ഇതൊക്കെ ഒരു വളരെ സുസജ്ജമായ ഒരു തന്ത്രവുമായി തന്നെ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇറങ്ങുകയാണ്. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ?
അതായത് ഈ UDF ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ഈ തിരക്കിട്ട നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് UDF നിയോഗിച്ച ഒരു ഏജൻസി സർവേ കണ്ടക്ട് ചെയ്തിരുന്നു. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഏത് തരത്തിലായിരിക്കണം സ്ഥാനാർത്ഥി നിർണയം അടക്കം നടത്തേണ്ടത് എന്ന ഒരു കാര്യത്തിൽ ധാരണയിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കെ ശബരിനാഥിന് പുറമെ നിയമസഭയിൽ നേരത്തെ മത്സരിച്ചിരുന്ന വീണ എസ് നായരുടെ ഉൾപ്പെടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ വീണ സ്വമേധയാ പിൻവാങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ നിരവധി പേരുകൾ വന്നിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും ഒടുവിൽ ഒരു വാർഡിൽ നിന്ന് പരാജയം രുചിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതായിരിക്കില്ല. പിന്നീട് അവരുടെ രാഷ്ട്രീയ ഭാവിയെ അത് വലിയ തരത്തിൽ ബാധിക്കുമെന്നൊരു ആശങ്ക കൊണ്ടാണ് പലരും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകാതെ പിൻവാങ്ങിയത് എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും കെ ശബരിനാഥനോട് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് സംസാരിച്ചാണ് മത്സരിക്കേണ്ടത്. പാർട്ടിയുടെ ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ അഭിമാന പോരാട്ടത്തിൽ കളത്തിലിറങ്ങാൻ തയ്യാറാക്കണമെന്ന നിർദ്ദേശം ദീപാദാസ് മുൻഷി തന്നെയാണ് നൽകിയത്. പിന്നീട് കെ ശബരിനാഥനുമായി കെ മുരളീധരനും MM ഹസനും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇന്നലെ രാത്രിയോടെ ഇക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ സജീവമായ ചർച്ചകൾക്ക് ശേഷമാണ് തർക്കങ്ങൾക്ക് പൂർണ്ണമായ ഒരു പരിഹാരം കണ്ടുകൊണ്ട് തൽക്കാലത്തേക്ക് 48 പേരുടെ പട്ടികയെങ്കിലും തർക്കം കൂടാതെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ പട്ടിക പുറത്തിറക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. ശേഷിക്കുന്ന പട്ടിക കൂടി ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങളും ഒക്കെ പൂർത്തിയാക്കി ചൊവ്വാഴ്ചയോടെ തന്നെ 101 പേരുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പടി മുമ്പിലേക്ക് കടക്കാൻ കഴിയും. അത് തെരഞ്ഞെടുപ്പിലും അത് ഗുണകരമായി മാറും, ഒരു എഡ്ജായി മാറുമെന്ന പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്. പക്ഷേ അപ്പോഴും 10 നിന്ന് 51 എത്താനുള്ള മാജിക്, അതിന് ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളായിരിക്കും ഇനി UDF പയറ്റുക എന്നതാണ് കണ്ടറിയാനുള്ളത്. അതേസമയം ഡാൻ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് ഭാവി സാധ്യതകളെ, തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ ബാധിക്കുമെന്നൊരു ആശങ്ക ഇവർക്കൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവില്ലേ? ഇത് വലിയ തർക്കങ്ങളില്ലാതെ തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപമാക്കുന്നതിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? അതായത് സ്വാഭാവികമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനലായി തന്നെ അവിടെ ഒരു കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണം. AICC പ്രതിനിധി നേരിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഇടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൽ ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയുണ്ടായാൽ നിലവിലെ സീറ്റ് നിലയിൽ നിന്ന് 10 നിന്ന് പിന്നെയും പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ കോൺഗ്രസിന് ആലോചിക്കാൻ പോലും കഴിയില്ല. കാരണം ഇവിടുത്തെ എല്ലാ മണ്ഡലങ്ങളും, തിരുവനന്തപുരത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും പ്രത്യേകിച്ച് നഗരമേഖലയിലെ ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിന്. അവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ നിയമസഭയിലടക്കം അത് വലിയ തരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കും. കോൺഗ്രസിന്റെ വേരിളക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അത്തരത്തിൽ വലിയ വിമർശനങ്ങൾക്ക് നേതൃത്വം വിധേയരാകുന്ന സാഹചര്യം വരും. അതുകൊണ്ട് തന്നെയാണ് അർഹിക്കുന്ന ഗൌരവത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന് പ്രവർത്തകർക്ക് ഉൾപ്പെടെ താഴെത്തട്ടിലേക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മുതിർന്ന നേതാക്കളെ തന്നെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് എന്നാണ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ആദ്യഘട്ടം പട്ടിക പുറത്തുവരുന്നത്. നിലവിൽ തർക്കങ്ങൾ ചില സീറ്റുകളുടെ കാര്യത്തിലൊക്കെയുണ്ട്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ചില വാർഡുകളുടെ കാര്യത്തിലൊക്കെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ തർക്കങ്ങൾ വൈകാതെ പരിഹരിച്ചുകൊണ്ട് 2 ദിവസത്തിനകം അന്തിമമായ പട്ടിക ശേഷിക്കുന്ന 53 പേരുടെ പേരുകൾ കൂടി പുറത്തുവിട്ടുകൊണ്ട് പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 86 സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് തനിയെ മത്സരിച്ചത്. 14 സീറ്റുകൾ മാത്രമായിരുന്നു 16 സീറ്റുകൾ മാത്രമായിരുന്നു ഘടകകക്ഷികൾക്ക് ഉണ്ടായിരുന്നത്. അത്തരത്തിലായിരുന്നു കാര്യങ്ങൾ. പക്ഷേ ഇത്തവണ ചില വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാകുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ വിട്ടുവീഴ്ചകൾ കൃത്യമായി ഏത് വിധേനയും 50 കടക്കുക, 50 കടന്നുകൊണ്ട് ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയുക എന്നൊരു വലിയ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ക്യാമ്പ്, UDF ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്ന സൂചനകൾ വരുന്നുണ്ട്. അതിനിടയിൽ തന്നെ കോൺഗ്രസ് 48 സ്ഥാനാർത്ഥികളുടെ പട്ടിക തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു.